ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മൾ സവാള വെച്ചിട്ട് ഒരു സെറം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലും ഒക്കെ മുടി നന്നായിട്ട് കട്ടിയായിട്ട് വളരാനും ഒക്കെ നമുക്ക് നല്ലൊരു സെറമാണ്. അപ്പം ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമുക്ക് സെറമാണ്. നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നല്ല ഗുണമല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും 1 ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയുടെ നീരും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കട്ടൻ ചായക്കുള്ള തേയിലയാണ് കേട്ടോ. അത് നല്ല കടുപ്പമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സിമ്മിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ. കൂട്ടി വെക്കണ്ട, ഇതേപോലെ പൊങ്ങിച്ചാടാൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്മിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മുടി കൊഴിച്ചിലിനും മുടിയുടെ സകല പ്രശ്നങ്ങൾക്കും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. നമ്മൾ തുടർച്ചയായിട്ട് 3 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കട്ടിയായിട്ട് നല്ലൊരു മുടിയാണ് അല്ലേ. മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയുടെ നീളത്തിലല്ല കാര്യം, നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് മുടിയൊന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ സവാളയുടെ നീര് ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നീര് നമുക്കൊന്ന് എടുക്കാം. ഇതിപ്പോൾ ഒരു അരിപ്പയിൽ കുറച്ച് എല്ലാം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ഒരു പൊടി വെള്ളമൊന്നും ചേർക്കരുത്, അതിൻ്റെ നീര് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് തിളച്ച് വന്നതിന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സവാളയുടെ നീര് നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. 1 ഗ്ലാസ് വെള്ളം ഞാൻ പറഞ്ഞില്ലേ, 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം നമുക്ക് വേണം. അതാണ് നമ്മൾ സെറമായിട്ട് യൂസ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാവും കേട്ടോ. അപ്പം ഉടനെ തന്നെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അഥവാ ഉപയോഗിക്കണമെങ്കിൽ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വല്ലതും യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. 3 ദിവസം വരെ നമ്മൾ ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടാൻ വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്തേ പറ്റൂ. അപ്പം വേണ്ടേ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് 1 ഗ്ലാസ് ആവത്തക്ക വിധത്തിൽ റെഡിയായിട്ട് എടുത്ത് നല്ല കടുപ്പം ഇറങ്ങിയിട്ടുള്ള തേയിലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല കടുപ്പമുള്ളതാണ്. അപ്പം ഇതിനകത്ത് തേയിലപ്പൊടിയും സവാളയുടെ നീരും വെള്ളവും ഇത് 3 മാത്രം മതി നമുക്ക് നല്ലൊരു സെറം ഉണ്ടാക്കാൻ. അപ്പം മുടി പൊട്ടിപ്പോകുന്നു, താരൻ, മുടി കൊഴിച്ചിൽ, അതിന് മുടിയുടെ സകല പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ അത്. മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് സ്കാൽപ്പിൽ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കണം. കുളിക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാം. പ്രായമായവർക്കും ഗർഭിണികൾക്കും പ്രസവിച്ച് കിടക്കുന്നവർക്കും പിന്നെ ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെറമാണ് കേട്ടോ. ഞാനിത് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബാക്കി ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. എന്നാലും ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്നതിനെക്കാട്ടി കൂടുതലും നിങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതാണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു സെറമാണ് കേട്ടോ. ഇത് സവാളയും തേയിലപ്പൊടിയും വെള്ളവും മാത്രമേ ഉള്ളൂ. 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സവാളയുടെ നീരും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു മണിക്കൂറൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ്. ഞാൻ കുളിക്കുന്നതിന് നിങ്ങൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. 3 ദിവസമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ആ 3 ദിവസം വരെ നിങ്ങൾ കറക്റ്റിന് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ അത്രയ്ക്കും നല്ലതാണ്. ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ തലയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഇതുപോലെ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അഥവാ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.